അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞാനൊരു എന്താ പറയുക ഒരു മുട്ടയും തക്കാളിയും കൊണ്ടൊക്കെ ഒരു നമുക്ക് എന്താ പറയുക ഇന്ന് കറിയൊന്നുമില്ല അപ്പം ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കാം. അതായത് കറിയൊന്നും ഇല്ലാതിരിക്കുന്ന അവസരങ്ങളിൽ നമുക്കിപ്പോൾ കുറച്ച് ചോറും ഒരു 2 മുട്ടയും കുറച്ച് തക്കാളി സവോളയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റണ കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് പാത്രം ഒന്ന് ചൂടായിക്കോട്ടെ. വെളിച്ചെണ്ണ നമുക്ക് ആദ്യം ഒഴിച്ച് ചൂടാക്കിയ ശേഷം സവാള എന്തായാലും വീട്ടിലുണ്ടാവില്ല. ഒരു സവാള മതി. ഞാനിപ്പോൾ ഇത് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടേ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് തക്കാളി ഉണ്ടാവില്ലേ, തക്കാളി ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്നാൽ തക്കാളി ചേർക്കാം. അതേ തക്കാളിയും നമ്മുടെ സവാളയും ഒന്ന് വഴറ്റിയിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയിട്ട് പൊടികളെല്ലാം ചേർത്തിട്ട് മുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. പൊടികളെല്ലാം വഴറ്റി ഇനി നമുക്ക് കണ്ടോ ഒരു മുട്ട നമുക്കൊന്ന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ച് നല്ലോണം ചിക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ളേ. ഈ മുട്ടയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ നമുക്ക് മെയിനായ സംഭവം ചോറ് ചേർക്കാം കേട്ടോ. അപ്പോൾ ആ മുട്ട ഞാനിങ്ങനെ അതിൻ്റെ കൂടെ ഇട്ട് ചിക്കി പൊരിച്ചിട്ടുണ്ട്. തക്കാളി, സവോളയും പിന്നെന്താ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ഇറച്ചി മസാലയും കുരുമുളക് പൊടിയും ഉള്ളൂ കേട്ടോ. എന്നിട്ട് ചോറ് ചേർത്ത് നമുക്ക് പഴകിയ ചോറൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. കറിയൊന്നും ഇല്ലാത്ത അവസരങ്ങളിൽ നല്ലതാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് വെറുതെ കഴിച്ച് നോക്കി, അല്ലെങ്കിൽ വല്ല അച്ചാറിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മുട്ടച്ചോറ് റെഡി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം കറിയൊന്നും ഇല്ലാത്ത അവസരത്തിൽ നല്ലതാണ്. വെറും ഒരു മുട്ടയും ഒരു തക്കാളിയും ഒരു സവോളയും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം എന്താ പറയുക അടിപൊളി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ എല്ലാവരും കാണുകയും വേണം കേട്ടോ.